ഓക്കെ, നമ്മുടെ MPH006 പറഞ്ഞ സബ്ജക്ട് കോഡിലുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ ഇത്. സിമെട്രി, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് നോയ്തേഴ്സ് തിയറം. ഓക്കെ, ഇനി അതിൽ എന്തൊക്കെയുണ്ട് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഒറിജിനൽ യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. സോ എവരിബഡി മേ ബി നോസ് അബൌട്ട് ദ യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ, റൈറ്റ്? അപ്പൊ എന്താ, ഞാൻ ഒന്നുകൂടെ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഫോർ എ ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q, the Euler-Lagrangian equation is d by dt of dou L by dou Q dot minus dou L by dou Q which is equal to 0. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ Q എന്ന് പറയുന്നതാണ് ഇവിടെ എന്തുള്ളത്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അവിടെ വായിച്ചു നോക്കാം. വേർ L എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ. ഓക്കെ, അപ്പൊ ലഗ്രാഞ്ചിയൻ L is depends upon Q dot and T. Okay, it's a function of, okay, Q is a generalized coordinate and Q dot is equal to dq by dt. It is the time derivative. Okay, ഇനി അടുത്ത അതിലുള്ള താഴെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഇനി നമ്മൾ ചെയ്യാണ്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരു ന്യൂ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് U. ഓക്കെ, അപ്പൊ നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് യുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിച്ച് ഇസ് റിലേറ്റഡ് ടു Q ബൈ ദ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കോർഡിനേറ്റ് Q ആണ്. ഇനി നമ്മൾ ന്യൂ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിച്ച് ഈസ് U ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു Q ബൈ ട്രാൻസ്ഫോർമേഷൻ. അതെങ്ങനെയാന്ന് വെച്ച് നമ്മൾ കണ്ടു, Q is equal to Q of U, T. മനസ്സിലായില്ല? അപ്പം Q is a function of U, T ആയി മാറി ബൈ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇനി അടുത്ത വായിച്ചു നോക്കാം. ദ ഗോൾ ഈസ് ടു റീറൈറ്റ് ദ യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഫോർ എ ന്യൂ കോർഡിനേറ്റ് U. അപ്പൊ നമ്മൾ പഴയ സാധാ കോർഡിനേറ്റിന് വെച്ചുള്ള യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. എന്ത്, d by dt of dou L by dou Q dot minus dou L by dou Q is equal to 0. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഫെസ്റ്റില് ഈ യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ന്യൂ ലഗ്രാഞ്ചിയൻ ഇൻ ടേംസ് ഓഫ് U. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒറിജിനൽ യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ എല്ലായിരുന്നു സാധാ ലഗ്രാഞ്ചിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പുതിയൊരു കോർഡിനേറ്റ് U വന്ന സ്ഥിതിക്ക് അവിടെ എന്ത് വന്നു, പുതിയൊരു ലഗ്രാഞ്ചിയൻ വന്നു. ഓക്കെ, ടു എക്സ്പ്രസ് ദ ലഗ്രാഞ്ചിയൻ L in terms of U, we define a new Lagrangian. Okay, കണ്ടില്ലേ, ന്യൂ ലഗ്രാഞ്ചിയൻ L dash such that L dash of U dot T function which is equal to L of Q of U comma T, Q dot of U dot T comma T. അപ്പൊ മനസ്സിലായില്ലേ? കാരണം നമ്മൾ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പുതിയൊരു ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് U വന്നു വിച്ച് ഇസ് റിലേറ്റഡ് ടു ബൈ Q. എന്നിട്ട് അത് ബൈ ദ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ പറഞ്ഞു. ഈ യുക്ക് പകരം അവിടെ ക്യൂവിന്റെ ടേംസിൽ എഴുതിയതാട്ടോ. അത് അത്ര ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് U വരുന്നത്. ഓക്കെ, നൗ ദ യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഫോർ എ ന്യൂ കോർഡിനേറ്റ് U ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു പുതിയ കോർഡിനേറ്റ് ആണ് L ഡാഷ് എന്ന് പറയുന്നത്. അപ്പം കോർഡിനേറ്റ് അല്ല, പുതിയ ലഗ്രാഞ്ചിയൻ ആണ് L ഡാഷ്, U ആണ് നമ്മുടെ പുതിയ കോർഡിനേറ്റ്. സോ വി ആർ റൈറ്റിംഗ് ദ യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. കാരണം ചേഞ്ച് ചെയ്തിട്ടുള്ള യൂലർ-ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ d by dt of dou L dash by dou U dash minus dou L dash by dou U which is equal to 0. This is the form of Euler-Lagrangian equation in the new generalized coordinate U. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമുക്ക് കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് പഠിക്കുന്നുണ്ട്. പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ, കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതൊക്കെ തന്നെ കുറച്ച് കൺസർവേഷൻ ലോസിൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സ്, ഐ മീൻ ഈ ചാപ്റ്ററിൽ തന്നെ കണ്ടിന്യൂസ് ആയി വരുമ്പോൾ നമുക്ക് അതൊക്കെ വരും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ. എന്താ ഫസ്റ്റ് പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ടു ഡിഫറെന്റ് ലഗ്രാഞ്ചിയൻ. ഒരു ലഗ്രാഞ്ചിയൻ ഫസ്റ്റത്തെ നമ്മുടെ പഴയ ലഗ്രാഞ്ചിയൻ എന്ത്, L വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് Q dot and T. ആൻഡ് ന്യൂ ലഗ്രാഞ്ചിയൻ, വാട്ട് ഇസ് ദാറ്റ്, L dash. അത് ഏത് കോർഡിനേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്, U എന്ന് പറഞ്ഞ ന്യൂ കോർഡിനേറ്റ് കേട്ടോ. അപ്പൊ കണ്ടില്ലേ, U dot T which may look different because they are expressed in different coordinate. Yeah, right. കാരണം ഒന്ന് Qയിലാണ് ഒന്ന് Uയിലാണ്. However, they describe the same physical system. Okay, the key point is that the equation of motion derived from both the Lagrangian will lead to equivalent physical paths. ഇവിടെ ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്നത് Q ഡോട്ട് U ഡോട്ട് ട്ടോ, അതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. കാരണം Q ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താ, ഡെറിവേറ്റീവ് ആണ്, dq by dt ആണ്, ടൈം ഡെറിവേറ്റീവ് ആക്കി കേട്ടോ.
അത് നമുക്കറിയാലോ. ഇപ്പൊ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണെങ്കിൽ dx/dt പറയുമ്പോൾ നമ്മൾ അതിനെ എക്സ് ഡോട്ട് എന്ന് പറയും. അത് നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കും അല്ലേ? ഇതൊക്കെ നമ്മളെ ബേസിക് ആണ് കേട്ടോ. മീനിങ് ദ സെയിം ട്രജക്ടറി ഫോർ ദ സിസ്റ്റം. ഇതൊക്കെ സെയിം, കാരണം സെയിം ഫിസിക്കൽ സിസ്റ്റം ആണ്, അതുകൊണ്ട് തന്നെ സെയിം ട്രജക്ടറി ആണ്. ദിസ് കൈൻഡ് ഓഫ് കോർഡിനേറ്റ് ചേഞ്ചസ് നോൺ ആസ് പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ എന്താ പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ? പഴയ ഒരു ലഗ്രാഞ്ചിന് L ഉണ്ട്, ഇറ്റ് ഹാസ് എ കോർഡിനേറ്റ് Q. Now we are introducing a new coordinate U and its new Lagrangian L dash. But same, we are saying that they describes the same physical system, right? അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട വേർഡ്സ് ഏതൊക്കെയാ? സെയിം ഫിസിക്കൽ സിസ്റ്റം ഉണ്ട്, പിന്നെന്താ പുതിയ ലഗ്രാഞ്ചിയൻ, പഴയ ലഗ്രാഞ്ചിയൻ, പുതിയ കോർഡിനേറ്റ്, പഴയ കോർഡിനേറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു the equation of motion which is derived from both the Lagrangian will lead to a equivalent physical path. അതുകൊണ്ട് കേട്ടോ, കാരണം അതിൽ മെയിൻ ആയിട്ട്, കാരണം പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള ഓരോ പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന് സെയിം ഫിസിക്കൽ സിസ്റ്റത്തിലാണ്, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ L ഡാഷ് അതിന് അനുസരിച്ചുള്ള ക്യൂവും യുവും പറഞ്ഞു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടിന്റെയും ഇൻ ബോത്ത് ലഗ്രാഞ്ചിയനിലും the equation of motion is derived from എന്താ? സെയിം ഫിസിക്കൽ സിസ്റ്റം, or we can say that same trajectory for the system. അത്ര പറഞ്ഞാൽ മതി. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് കോർഡിനേറ്റ് ചേഞ്ചസ് നോൺ ആസ് പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലായി? ഒരു ചെറിയ പോയിന്റിൽ ആ ക്യൂ യു എന്ന് പറഞ്ഞ രണ്ട് പോയിന്റിലുള്ള ചേഞ്ച് ആണ് കംപ്ലീറ്റ് ഒരു ചേഞ്ച് ഈ ട്രാൻസ്ഫോർമേഷനിൽ വരുത്തിയത് അല്ലേ? ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ടൈപ്പ് ഓഫ് സിമ്മട്രി ട്രാൻസ്ഫോർമേഷൻ. കുറച്ച് നമ്മൾ പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ ഓൾറെഡി പറഞ്ഞു, ഇനി കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ ഒന്നുകൂടി ചുരുക്കിയിട്ടാണ് ഇവരിവിടെ പറയുന്നത്. അതെന്താ നോക്കാം. ദീസ് ആർ ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് മാപ്പ് ഈച്ച് പോയിന്റ് ഇൻ എ സ്പേസ് ടു എ ന്യൂ പോയിന്റ്. ഓക്കെ, അപ്പൊ സെയിം ഫിസിക്കൽ സിസ്റ്റം ആണ് നമ്മളത്. ആ സെയിം ഫിസിക്കൽ സിസ്റ്റത്തിൽ ക്യൂ പറഞ്ഞൊരു കോർഡിനേറ്റും ഉണ്ട്, യു പറഞ്ഞൊരു കോർഡിനേറ്റും ഉണ്ട്. അതെന്താ? ഒരു സ്പേസ് ഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ that can be any space or anything. അപ്പൊ അതിൽ ഒരു ഭാഗത്ത് യുവും ഒരു ഭാഗത്ത് ക്യൂ ആണുള്ളത്. എന്നിട്ട് ക്യൂവിനെ നമ്മൾ യു ആയിട്ട് എന്ത് ചെയ്തു? അതിനെ തമ്മിൽ മാച്ച് ചെയ്യാൻ, അതായത് എല്ലായിരുന്നു അവിടെ, പിന്നെ അത് യു എന്ന് പറഞ്ഞ ക്യൂ എന്നുള്ള കോർഡിനേറ്റ് യു ആയി മാറുമ്പോൾ അവിടെ എന്ത് ചേഞ്ച് ഉണ്ടായി? L ഡാഷ് ചേഞ്ച്, അതായത് ലഗ്രാഞ്ചിയനിൽ. ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കിയത് കേട്ടോ. എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് മാപ്പ് ഈച്ച് പോയിന്റ് ഇൻ സ്പേസ് ടു എ ന്യൂ പോയിന്റ്. അപ്പൊ ഒരു സ്പേസിൽ ഈച്ച് പോയിന്റിൽ ഉള്ള ഒരു സ്പേസ്, ഇപ്പൊ ഒരു സ്പേസിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിനെ നമുക്ക് ക്യൂ എന്ന് വിളിക്കുക, അതായത് നമ്മുടെ ഓൾഡ് കോർഡിനേറ്റ്. എന്നാൽ അതിനെ നമ്മൾ പുതിയ കോർഡിനേറ്റ് ആക്കി മാറ്റുക, അതായത് യു എന്ന് പറഞ്ഞ കോർഡിനേറ്റുമായിട്ട് മാച്ച് ചെയ്യുമെങ്കിൽ അവിടെയാണ് നമ്മൾ പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? അതിന് എക്സാമ്പിൾസ് കൊണ്ട് പറഞ്ഞു. ട്രാൻസ്ലേഷൻ ഉണ്ട്, സ്കെയിലിംഗ് ഉണ്ട് കേട്ടോ. Okay. In the continuous transformation, these are the transformation that involve a continuous parameter. Example, which include time translation, spatial translation, and gauge transformation. Okay, spatial translation എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അവിടെയാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രൂഫ് എഴുതാൻ പഠിക്കാനുണ്ട്. കാരണം സ്പേഷ്യൽ ട്രാൻസ്ലേഷനിൽ നമ്മൾ റൊട്ടേഷൻ അലോങ് Z ആക്സിസിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. നോക്കാം കേട്ടോ. Okay, continuous transformation. This example describe a continuous symmetry transformation in a physical system, specifically a rotation above Z axis. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സിസ്റ്റത്തിന് എടുക്കുകയാണ്, ആ സിസ്റ്റത്തിന് എന്ത് ചെയ്യാണ്? റൊട്ടേഷൻ ഉണ്ട് about the Z axis. X ഉണ്ട്, Y ഉണ്ട്, Z ആക്സിസിലാണ്. Which leads to a key concept in physics, which is symmetry and conservation laws. Okay. അപ്പൊ ഞാനിത് കുറച്ചുകൂടി കട്ട് ചെയ്ത്, നിങ്ങൾ ടെക്സ്റ്റിലുള്ള പോലെയല്ല, കുറച്ച് കട്ട് ചെയ്ത് സിമ്പിൾ ആക്കിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷന്റെ പ്രൂഫ് പഠിക്കാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ എന്തായാലും. ഓക്കെ, നോക്ക്. ഫസ്റ്റ് കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ, റൊട്ടേഷൻ അബൌട്ട് Z ആക്സിസ്. വി ഹാവ് എ സിസ്റ്റം ഡിഫൈൻഡ് ബൈ കോർഡിനേറ്റ് ആണല്ലോ. ഏതൊരു സിസ്റ്റത്തിൽ ഒരു കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? X ഉണ്ട്, Y ഉണ്ട്, Z ഉണ്ട്, അല്ലെങ്കിൽ Z. ആൻഡ് വി റൊട്ടേറ്റ് ഇറ്റ് ബൈ ആൻ ആംഗിൾ തീറ്റ അബൌട്ട് Z ആക്സിസ്. നമ്മൾ പറഞ്ഞു ഇവിടെ റൊട്ടേഷൻ അബൌട്ട് Z ആക്സിസ് എടുക്കുന്നത്. ആഫ്റ്റർ റൊട്ടേഷൻ ദ ന്യൂ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? X ഡാഷ് ആവും, Y ഡാഷ് ആവും, Z ഡാഷ് ആവും. പക്ഷേ Z ഡാഷ് എന്ന് പറഞ്ഞത് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എന്താ? അവിടെയാണ് നമ്മൾ ഒരു ആംഗിൾ അബൌട്ട് ദ Z ആക്സിസ് ആണ് നമ്മൾ തീറ്റ ആംഗിളിൽ എന്ത് ചെയ്തത്? ഒരു റൊട്ടേഷൻ ഉണ്ടാക്കിയത്. അപ്പൊ Z റിമൈൻസ് സെയിം, പക്ഷെ ബാക്കി എല്ലാത്തിനും ചെറിയൊരു വ്യത്യാസം വരും. അപ്പൊ നോക്കാം എന്താ വന്നത്? X dash is equal to X cos theta minus Y sin theta. Okay, and Y dash is equal to എന്താ? Y cos theta plus X sin theta, and Z dash becomes Z. Okay, അപ്പൊ അത് മനസ്സിലായില്ലേ? ഇനി അടുത്ത്, this transformation continuously varies with theta
and therefore theta is equal to 0. We recover this original, okay, these are the original coordinate. അതായത് ജസ്റ്റ് ഇതൊരു ഒരു എക്സാമ്പിൾ പറയണം. നമ്മളിവിടെ പറഞ്ഞു z ആക്സിസിൽ തീറ്റ ആംഗിളിലാണ് റൊട്ടേഷൻസ് നടക്കുന്നത്. അപ്പോഴാണ് നമുക്ക് എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് പറഞ്ഞ പുതിയ ന്യൂ കോർഡിനേറ്റ്സ് ഉണ്ടായി. അതുപോലെ അതിനെ നമ്മൾ പറഞ്ഞു. പക്ഷേ വെൻ ദാറ്റ് ആംഗിൾ തീറ്റ വിച്ച് ഇസ് 0 ആണ്, അതായത് അവിടെ ആ ഒരു z ആക്സിസിൽ എബൌട്ട് z ആക്സിസ് റൊട്ടേഷൻ നടന്നു, പക്ഷെ ആംഗിൾ തീറ്റ 0 ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. കാരണം എന്താ, എക്സിൽ ചേഞ്ച് ഇല്ല, വൈയിൽ ചേഞ്ച് ഇല്ല, സെഡിൽ ചേഞ്ച് ഇല്ല. കണ്ടില്ലേ, എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് ആണ്, വൈ ഡാഷ് ഈക്വൽ ടു വൈ ആണ്, സെഡ് ഡാഷ് ഈക്വൽ ടു സെഡ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുക. കാരണം കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്സ് ക്വസ്റ്റ്യനിലോ 3 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് കാര്യം എഴുതുക. പിന്നെ നമ്മൾ ഈ പ്രൂഫാണ് എഴുതേണ്ടത് കേട്ടോ. എക്സ് ഇങ്ങനെ മാറി, വൈ ഡാഷ് ഇങ്ങനെ മാറി, സെഡ് ഡാഷ് റിമൈൻസ് ചേഞ്ച് മീൻസ് അൺചേഞ്ച്ഡ്. അങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് കാര്യം അറിയുന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇൻഫിനിസിമൽ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ഇൻഫിനിസിമൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഇൻഫിനിസിമൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സ്മോൾ ചേഞ്ച്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു റൊട്ടേഷൻ അബൌട്ട് സെഡ് ആക്സിസിൽ. ആ സെഡ് ആക്സിൽ തീറ്റ ആംഗിൾ ആണ്. അപ്പൊ നമ്മളൊരു കുഞ്ഞു ചേഞ്ച് ആണ് നമ്മളവിടെ ഡെൽ തീറ്റ ആംഗിൾ എന്ന് പറയാം. ഓക്കെ, അതിനാണ് നമ്മൾ ഇൻഫിനിസിമൽ ട്രാൻസ്ഫോർമേഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കത് വായിക്കാം. ആൻ ഇൻഫിനിസിമൽ റൊട്ടേഷൻ ഈസ് വെരി സ്മോൾ റൊട്ടേഷൻ. കണ്ടില്ലേ, വെരി സ്മോൾ റൊട്ടേഷൻ ആണ്. വേർ തീറ്റ ഈസ് എ ടൈനി എമൗണ്ട് ഓഫ് ഡെൽ തീറ്റ. ഫോർ സ്മോൾ ഡെൽ തീറ്റ വി യൂസ് അപ്രോക്സിമേഷൻ. അപ്പൊ എന്താ അപ്രോക്സിമേഷൻ എടുക്കുന്നത്? ഇത് നമ്മൾ കോമൺ ആയി പഠിക്കുന്നതാണ്. ഐ മീൻ ഫിസിക്സിൽ പൊതുവെ നമ്മൾ ജനറൽ ആയിട്ട് ഫിസിക്സിൽ എവിടെയും നമ്മൾ എന്ത് ചെയ്യുക, അപ്രോക്സിമേഷൻസ് എടുക്കുന്ന കാര്യങ്ങൾ ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു 1 എടുത്താലും സൈൻ തീറ്റ അപ്രോക്സിമേറ്റ് ഈക്വൽ ടു തീറ്റ എടുക്കാറുണ്ട്. നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പം അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നു. സോ വി ആർ ഡൂയിങ് ലൈക്ക് ദാറ്റ്. സോ ഹിയർ കോസ് ഡെൽ തീറ്റ പറഞ്ഞാൽ ഒരു ഇൻഫിനിസിമൽ del theta which is approximately equal to 1 and sin del theta which is approximately equal to del theta. നേരത്തെ നമ്മൾ കണ്ടു കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷനിൽ എന്ത് ചെയ്യുന്നു, എക്സ് ഡാഷ് ഈക്വൽ ടു എന്താ, എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ. ഓർമ്മയില്ലേ? അപ്പൊ അതിവിടെ കൊടുത്തു. എക്സ് ഡാഷ് കണ്ടില്ലേ, എക്സ് മൈനസ് കോസ് ഡെൽ തീറ്റ 1 ആയതുകൊണ്ട് അവിടെ 1 ഇൻറ്റു ചെയ്തു. വൈ സൈൻ തീറ്റക്ക് ഡെൽ തീറ്റ ആണ്, വൈ ഡെൽ തീറ്റ. വൈ ഡാഷ് അങ്ങനെ തന്നെ, സെഡ് ഡാഷ് റിമൈൻസ് അൺചേഞ്ച്ഡ്. This shows that how the coordinates change by very small amount under an infinitesimal rotation. Okay, കഴിഞ്ഞില്ല, ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഓക്കെ, സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ഫോർ Lagrangian. ഓക്കെ, നോക്കാം. Now we are introducing the concept of symmetry in Lagrangian. A transformation is a symmetry transformation. Okay, ഒരു ട്രാൻസ്ഫോർമേഷനെ നമ്മൾ സിമെട്രി ട്രാൻസ്ഫോർമേഷൻ വിളിക്കും എപ്പോ, ഇഫ് ദ ലഗ്രാഞ്ചിയൻ എൽ റിമൈൻസ് ഇൻവേരിയന്റ് അണ്ടർ ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ പറഞ്ഞാൽ ഇൻവേരിയന്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ലഗ്രാഞ്ചിയൻ. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ലഗ്രാഞ്ചിയനിൽ ചേഞ്ച് ഇല്ലെങ്കിലാണ് നമ്മൾ ഇൻവേരിയന്റ് അണ്ടർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, and the transformation meaning the Lagrangian does not change after transformation. Okay, അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമെട്രി ട്രാൻസ്ഫോർമേഷൻ. ഒരു ട്രാൻസ്ഫോർമേഷൻ സിമെട്രി ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അവിടെ Lagrangian does not have any change after transformation. ഓക്കെ, ഇനി അടുത്ത മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. If the Lagrangian L in a new coordinate, ഒരു ന്യൂ കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ക്യൂവും യു ഒക്കെ ഓർമ്മല്ലേ? ഓക്കെ, എൽ ഡാഷ് ഈക്വൽ ടു യു ഓഫ് എസ് കോമ ടി കോമ യു ഡാഷ് എസ് കോമ ടി. ഇവിടെ എസ് എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ആട്ടോ, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ജസ്റ്റ് മനസ്സിലാക്കാം. കോമ ടി ഇറ്റ് ഈസ് ദ സെയിം ആസ് ഓഫ് original Lagrangian L u of s comma t u dash of s comma t and t. Then the transformation is a symmetric transformation. Symmetric transformation പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ആണെന്ന് പറയുമ്പോൾ L does not have any change under or after transformation. So that we can see that നോക്ക് ഇവിടെ mathematically represent ചെയ്തിട്ടുള്ളത് L dash equal to L. Okay. ഇനി അടുത്ത ഇൻവേരിയൻസ് ഓഫ് ദ Lagrangian ആൻഡ് കൺസർവേഷൻ ലോസ്. ഓരോ ഇൻവേരിയൻസ് വഴി എങ്ങനത്തെ കൺസർവേഷൻ ലോസ് ആണ് അവ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ഹോമോജെനിറ്റി ഓഫ് സ്പേസ് എന്താന്ന് ഫസ്റ്റ് നോക്കാം. എന്താ ഹോമോജെനിറ്റി? നമ്മൾ അതിന്റെ ഒരു മീനിങ് എടുത്തിട്ട് തന്നെ നമുക്ക് അതിനെ പറ്റി എഴുതാൻ പറ്റും. അതിന്റെ സെയിം കാണാം. സ്പേസ് ഈസ് സെഡ് ടു ബി ഹോമോജീനിയസ് ഇഫ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം ഡോണ്ട് ചേഞ്ച് വെൻ യു ഷിഫ്റ്റ് ദ ഒറിജിൻ ഓഫ് ദ റെഫറൻസ് ഫ്രെയിം. ഓക്കെ, മനസ്സിലായില്ലേ? ഇൻ അതർ വേർഡ്സ് ദ സിസ്റ്റം ബിഹേവ്സ് ദ സെയിം
സിസ്റ്റം ബിഹേവ്സ് ദ സെയിം നോ മാറ്റർ വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്പേസ്. മനസ്സിലായില്ലേ? അതായത് ആഫ്റ്റർ ഒരു ഹോമോജിനിറ്റി ഓഫ് സ്പേസ് എന്ന് പറഞ്ഞാലും ഏതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും ഡോൺ ചേഞ്ച് വെൻ ഷിഫ്റ്റ് ഫ്രം ഒറിജിനലീസ് റെഫറൻസ്. ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഉള്ളൊരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു ചേഞ്ച് വന്നു, അതിന്റെ സ്പേസിൽ ഒരു ചേഞ്ച് വന്നു. എന്നാലും അവിടെ എന്തുണ്ടാവില്ല, സിസ്റ്റം ബിഹേവ്സ് ദ സെയിം. സിസ്റ്റത്തിന്റെ ബിഹേവിയറിൽ ദർ ഇസ് നോട്ട് ചേഞ്ച്. അതിനാണ് നമ്മൾ ഹോമോജിനിറ്റി ഓഫ് സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. ദിസ് കറസ്പോണ്ടിങ് ടു കൺസർവേഷൻ ലോ ദാറ്റ് എമേർജസ് ഫ്രം ദ സിമെട്രി വിച്ച് ഇസ് നോൺ ആസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. നമ്മളിവിടെ വാഗായിട്ട് മനസ്സിലാക്കുന്നത് ഹോമോജിനിറ്റി ഓഫ് സ്പേസ് വിച്ച് ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഓക്കെ, പഠിച്ചില്ലേ? അപ്പൊ എന്താ ഹോമോജിനിറ്റി ഓഫ് സ്പേസ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ട് എടുക്കുക. ഒരു സ്പേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്പേസിൽ ഒരു ഫിസിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ കുറെ സ്പേസ് ഉണ്ടാവും. അപ്പൊ ആ സ്പേസിൽ ഒരു പാർട്ടിക്കിൾ റിമൈൻ ചെയ്യുന്നുണ്ട്. വെൻ ദാറ്റ് പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം എ പോയിന്റ് ടു അനദർ പോയിന്റ് ചെയ്താലും there is no change in the behavior of the system. അതിനാണ് നമ്മൾ ഹോമോജിനിറ്റി ഓഫ് സ്പേസ്. അതായത് സ്പേസിൽ ചേഞ്ച് വന്നു. സ്പേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റ് വേറെ പോയിന്റിലേക്ക് ഒരു ചേഞ്ച് വന്നു, എന്നിട്ട് അവിടെ ഒരു മാറ്റമില്ല. അപ്പൊ അത് വിച്ച് ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അപ്പൊ ഹോമോജിനിറ്റി ഓഫ് സ്പേസ് ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇനി അടുത്ത് ഐസോട്രോപ്പി ഓഫ് സ്പേസ്. സ്പേസ് ഈസ് ഐസോട്രോപിക് if the system's properties remains unchanged when you rotate the reference frame around the origin. This means that space has no preferred direction and that law of physics are same in all direction. From the symmetry we derive the conservation of angular momentum. But the isotropy of space in നമുക്ക് മനസ്സിലായത് സിസ്റ്റത്തിന്റെ properties remains unchanged when you rotate the reference frame around the origin. അതായത് നമ്മളൊരു അതിന്റെ സ്പേസ് ഐസോട്രോപിക് ആണ്. when the system property remains unchanged. അതന്നെ സിസ്റ്റത്തിന്റെ എന്താ പറയാ, പ്രോപ്പർട്ടി റിമൈൻസ് അൺചേഞ്ച്ഡ് ആണ് when we are rotating the reference frame of motion in any other direction. മനസ്സിലായില്ലേ? ഏത് ഡയറക്ഷനിലാണെങ്കിലും അതിന്റെ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് റിമൈൻസ് അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ, അപ്പൊ ദിസ് ലീഡ്സ് ടു എന്താ, ഐസോട്രോപ്പി ഓഫ് സ്പേസ് ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഗോട്ട് ഇറ്റ്? ഇനി അടുത്ത ഹോമോജിനിറ്റി ഓഫ് ടൈം ആണ്. Time is homogeneous if shifting the origin of time doesn't affect the properties of the system. In other words, the system behaves same regardless of where you start observing it. The conservation of energy comes from this symmetry. അതൊന്നും ജസ്റ്റ് മനസ്സിലായി. ഹോമോജിനിറ്റി ഓഫ് ടൈം ആണ്. ടൈം ഹോമോജീനിയസ് ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു സ്പേസിൽ, അതായത് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ടൈം നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. ഒരു ടൈമിൽ നിന്ന് വേറെ ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ ഓഫ് ദ ടൈം ഡസന്റ് അഫക്ട് ദ പ്രോപ്പർട്ടീസ്. അതന്നെ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിൽ ദർ ഇസ് നോ ചേഞ്ച് വെനെവർ നമ്മൾ അതിൽ ടൈം ചേഞ്ച് ചെയ്താൽ. ഇപ്പൊ മുകളിൽ ഐസോട്രോപ്പി ഓഫ് സ്പേസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് റിമൈൻസ് അൺചേഞ്ച് വെൻ യു റൊട്ടേറ്റ് ഇറ്റ് ഇൻ ദ റെഫറൻസ് ഓഫ് എന്താണ് റെഫറൻസ് ഫ്രെയിമിൽ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് റിമൈൻസ് അൺചേഞ്ച്ഡ്. അതാണ് നമ്മൾ ഐസോട്രോപ്പി സ്പേസ്. ഹോമോജിനി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അതേ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ടൈമിൽ ചേഞ്ച് വരുത്തിയാലും അതെന്താ, ടൈം ഇസ് ഹോമോജീനിയസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അതേപോലെ അതിന്റെ പ്രോപ്പർട്ടീസ്, ആ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും അത് അഫക്ട് ചെയ്യുന്നില്ല. ദാറ്റ് വി കോൾ ഹോമോജിനിറ്റി ഓഫ് ടൈം. ആൻഡ് ഹോമോജിനിറ്റി ഓഫ് ടൈം leads to conservation of energy. അപ്പൊ ഞാൻ ഒറ്റൊരു കടിക്ക് പറയാണ് 3 എണ്ണം. ഹോമോജിനിറ്റി ഓഫ് സ്പേസ് leads to conservation of linear momentum, isotropy of space leads to conservation of angular momentum, and homogeneity of time leads to conservation of energy. ഇത്ര മനസ്സിലാക്കിയത് കേട്ടോ. ഇത് 3 ഇമ്പോർട്ടന്റ്, ജസ്റ്റ് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് ഇതാണ് ഉണ്ടാവുന്നത്, ഇതിൽ കാരണം ഈ ഒരു ലോ ആണ്. കാരണം ഇൻവേരിയൻസ് ഓഫ് ലഗ്രാഞ്ചിയൻ ആൻഡ് കൺസർവേഷൻ ലോസ് കേട്ടോ. ഇനി അടുത്ത് ട്രാൻസ്ലേഷൻ, സിമെട്രി ആൻഡ് ലീനിയർ മൊമെന്റം കൺസർവേഷൻ. ഇത് കുറച്ച് ഡെറിവേഷൻ വരുന്ന പാർട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് നമുക്ക് എസ് എ ക്വസ്റ്റ്യനിലൊക്കെ കാണാം, സാധ്യതയുണ്ട്. കാരണം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ജസ്റ്റ് നോക്കിക്കോ. ട്രാൻസ്ലേഷൻ, സിമെട്രി ആൻഡ് ലീനിയർ കൺസർവേഷൻ മൊമെന്റം. ലീനിയർ മൊമെന്റം കൺസർവേഷൻ നിങ്ങൾ ഇത് എഴുതിയെടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ചും കൂടി വളരെ ടഫായിട്ടാണ് ഇത് കൊടുത്തത് കേട്ടോ. ഓക്കെ, let us consider an arbitrary small uniform displacement of
ഓൾ പാർട്ടിക്കിൾ ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. എന്താ ആർബിട്രറി എന്നൊക്കെ പറഞ്ഞു? ആർബിട്രറി പറഞ്ഞാൽ ചെറിയ ഒരു യൂണിഫോം ഡിസ്പ്ലേസ്മെന്റ്. യൂണിഫോം എന്ന് പറയുമ്പോൾ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഓൾ ദ പാർട്ടിക്കിൾ. ഒരു ക്ലോസ് സിസ്റ്റം എടുത്തു, അതിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, എല്ലാ പാർട്ടിക്കിളും സെയിം എമൗണ്ട് ഓഫ് ഡിസ്റ്റൻസ് യൂണിഫോം ആയിട്ട് കാണിക്കുകയാണ്. ഓക്കെ, ഡിസ്റ്റൻസ് കാണിച്ചു. Then the Lagrangian of the system should not change in this case, അല്ലേ? കാരണം ഇത് ഇൻവേരിയന്റ് ആണ്. ഇൻവേരിയന്റ് എന്ന് പറഞ്ഞാൽ Lagrangian remains same. Then the Cartesian coordinate we can write this. അപ്പൊ RI dash എന്ന് ഉദ്ദേശിച്ചത് എന്താ? It's equal to RI plus epsilon, where RI ഇവിടെ RI dash എന്നാണ് കേട്ടോ. RI dash are the position vectors of the ith particle before and after infinitesimal displacement. Okay. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളിവിടെ RI വെക്റ്റർ RI എന്ന് പറയുന്നത് ബിഫോർ എന്താണ് ഇൻഫിനിസിമൽ ഡിസ്പ്ലേസ്മെന്റിന് മുന്നുള്ള അതിന്റെ പൊസിഷനാണ്. ഈ RI വെക്റ്റർ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ ദാറ്റ് ഇൻഫിനിസിമൽ ഡിസ്പ്ലേസ്മെന്റിന് ശേഷമുള്ള അതിന്റെ പൊസിഷൻ വെക്റ്റർ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആ ആഫ്റ്റർ ദ ഇൻഫിനിസിമലിൽ നമ്മളെ ബിഫോർ പ്ലസ് ഒരു എപ്സിലോൺ എക്സ്ട്രാ കൂടി കണ്ടില്ലേ? റെസ്പെക്റ്റീവ്ലി വി ക്യാൻ റൈറ്റ് ദ എബൌട്ട് ടേംസ് ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആസ്, നോക്ക്, ഇപ്പൊ നമുക്കറിയാം ഏതൊരു കോർഡിനേറ്റ് RI എന്ന് എടുത്താൽ അവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെറ്റ്, 3 ആക്സിസ് ആണ് വരുന്നത്. അപ്പൊ അതിൽ XI ഡാഷ്, എന്താ ഡാഷ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഫിനിസിമൽ ഡിസ്പ്ലേസ്മെന്റ് ആ എക്സ് കമ്പോണന്റിൽ എങ്ങനെയാണ് ചേഞ്ച് വന്നത്, വൈ കമ്പോണന്റിൽ എങ്ങനെയാണ് ചേഞ്ച് വന്നത്, സെഡ് കമ്പോണന്റിൽ എങ്ങനെയാണ് ചേഞ്ച് വന്നത് ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ കണ്ടില്ലേ, XI ഡോട്ട് XI പ്ലസ് എപ്സിലോൺ എക്സ്, YI ഡോട്ട് YI പ്ലസ് എപ്സിലോൺ വൈ, ZI ഡാഷ് ZI plus epsilon Z. So ഇത് ഡാഷ് എന്നാണ് വിളിക്കുക, ഡോട്ട് എന്നല്ല ഡാഷ് എന്നാണ് കേട്ടോ. The change in the Lagrangian due to infinitesimal displacement can be written as, okay, അപ്പോൾ ചേഞ്ച് ഇൻ Lagrangian എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇൻവേരിയന്റ് ആണ് Lagrangian. So we can simply write that. ഇവിടെ ഈ ഡെൽറ്റ എൽ എന്ന് യൂസ് ചെയ്താൽ കാരണം ഇൻഫിനിസിമൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതുകൊണ്ടാണ് ഇൻഫിനിസിമൽ Lagrangian ഉള്ള ഒരു ചേഞ്ച്. ഓക്കെ, അപ്പൊ XY Z ആണ് നമ്മൾ 3 എന്തുള്ള കോർഡിനേറ്റ്സ് എന്ന് പറയാം? ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ഡോയൽ ബൈ ഡോ എക്സിന്റെ എപ്സിലോൺ എക്സ്, ഡോയൽ ബൈ ഡോ വൈന്റെ എപ്സിലോൺ വൈ, ഡോയൽ ബൈ ഡോ സെഡിന്റെ എപ്സിലോൺ സെഡ്, പിന്നെ അവിടെ പുറത്ത് സമ്മേഷൻ ഉണ്ട്. അതില് എപ്സിലോണ് പുറത്തെടുത്തിട്ട് XY Z ഐ ജെ കെ നമ്മൾ കൊടുത്തു. എന്നിട്ട് യു ക്യാൻ സീ ദാറ്റ് XI ഡാഷ്, XIന്റെ ഡോട്ടിന്റെ ഡാഷ് ആട്ടോ, വിച്ച് ഇസ് ഈക്വൽ ടു XI ഡോട്ട് അല്ലേ? കാരണം എന്താ? അതെന്തുകൊണ്ട് എഴുതുന്നത്? കാരണം എന്താ? നമ്മൾ പറഞ്ഞു ലഗ്രാഞ്ചിന് ഇൻവേരിയന്റ് ആണ്. ഇൻവേരിയന്റ് എന്ന് പറയുമ്പോൾ ലഗ്രാഞ്ചിൽ ചേഞ്ച് ഇല്ല ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഫോർ ദ ലഗ്രാഞ്ച് ടു ബി ഇൻവേരിയന്റ് അണ്ടർ ട്രാൻസ്ലേഷൻ വി മസ്റ്റ് ഹാവ് ഡെൽറ്റ എൽ XYZ വിച്ച് ഇസ് ഈക്വൽ ടു 0, റൈറ്റ്? കാരണം എന്താ പറയുന്നത്? നമ്മുടെ ലഗ്രാഞ്ചിയൻ ഇൻവേരിയന്റ് ആണ്. സോ ഡെൽറ്റ എൽ ഞാൻ പറഞ്ഞ ഇൻഫിനിസിമൽ എന്നുള്ള രൂപത്തിലാണ് ഡെൽറ്റ വരുന്നത്. അപ്പൊ ഡെൽറ്റ എൽ ഈക്വൽ ടു 0, കാരണം ബിഫോറും ആഫ്റ്ററും ലഗ്രാഞ്ചിയൻ റിമൈൻസ് ദ സെയിം ആണ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ആ 1.9 ഒന്ന് ശ്രദ്ധിക്കുക, കണ്ടില്ലേ? എന്നിട്ട് എപ്സിലോൺ പുറത്ത് എഴുതിയിട്ട് നമ്മൾ 1.8 തന്നെ അവിടെ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ? ഡോയൽ ബൈ ഡോ എക്സ് ഐ, ഡോയൽ ബൈ ഡോ വൈ ജെ, ഡോയൽ ബൈ ഡോ സെഡ് ഐ കെ ക്യാപ്പ്. ഇനി നമ്മൾ ഇവിടെ യൂലർ ലഗ്രാഞ്ച് ഇക്വേഷൻ ഇവിടെ കൊടുക്കുകയാണ്. എങ്ങനെയാ നോക്ക്? നമുക്കറിയാം യൂലർ ലഗ്രാഞ്ച് 1.10 ഒന്ന് നോക്കിയാ ഇക്വേഷൻ നോക്ക്. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ഐ ഡോട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ആ ഒരു യൂലർ ലഗ്രാഞ്ച് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ നോക്കാം. അതിന് പരിഗണിക്കുമ്പോൾ നമുക്കറിയാം 1.10 നോക്ക്, ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ് ഐ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ എക്സ് ഐ ഈക്വൽ ടു 0 ആണല്ലോ. ഇതാണ് നമ്മുടെ സാധാ യൂലർ ലഗ്രാഞ്ച്, നോർമൽ ആയിട്ടുള്ള യൂലർ ലഗ്രാഞ്ച് ഇക്വേഷൻ. അതിൽ ഈ ഡോയൽ ബൈ ഡോ എക്സ് നെ RHSലോട്ട് പോകുമ്പോൾ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഡി ബൈ ഡി ടി ഓഫ് ഡോയൽ ബൈ ഡോ എക്സ് ഐ ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഡോയൽ ബൈ ഡോ എക്സ് ഐ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു 1.10 എങ്ങനെ 1.9 കൊടുക്കാൻ നോക്കുക. ഫസ്റ്റ് നോക്ക്, ഡോ എൽ ബൈ ഡോ എക്സ് ഐ എന്ന് പറയുന്നതിൽ പകരം വി ക്യാൻ റൈറ്റ് ദാറ്റ് ഡി ബൈ ഡി ടി ഓഫ് ഡോയൽ ബൈ ഡോ എക്സ് ഐ ഡോട്ട്, റൈറ്റ്? അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യാണ്? ഡോയൽ ബൈ ഡോ എക്സ് ഐക്ക് പകരം ഡി ബൈ ഡി ടി ഓഫ് ഡോയൽ ബൈ ഡോ എക്സ് ഐ ഡോട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വൈയിലും സെറ്റിലും നമ്മൾ ചെയ്യുന്നുണ്ട്. കണ്ടില്ല? ഇവിടെ 1.10 ബിയും 1.10 സി ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഇനി നമ്മൾ 1.9 പറഞ്ഞ ഇക്വേഷനിലോട്ട് ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്യാം. ഒന്ന് നോക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്, കണ്ടില്ലേ? റീപ്ലേസ് ചെയ്തപ്പോ എന്തായി? ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് മനസ്സിലായി. കണ്ടില്ലേ ഇത് എങ്ങനെയാ ചെയ്തതെന്ന്? ഓക്കെ, ഇനി നമുക്ക് പൊതുവെ അറിയുന്നൊരു കാര്യം,
ഡോയിൽ ബൈ ഡോ ക്യു ഐ, ക്യൂ എന്ന് പറഞ്ഞൊരു സാധാ ജനറലൈസ് കോർഡിനേറ്റ് ആയിട്ട് എടുത്തിട്ട് ഡോയിൽ ബൈ ഡോ ക്യു ഐ ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, പി എ ആണ്. പി എ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കനോണിക്കൽ മൊമെന്റം അല്ലെങ്കിൽ നമുക്ക് പറയാം ജനറലൈസ്ഡ് മൊമെന്റം എന്നോ എന്തോ നമുക്ക് അതിനെ വിളിക്കാം. ഓക്കെ, ഇനി ഇൻ ദിസ് കേസ്, ഈ ഒരു കേസിൽ നമുക്ക് എന്താ, ഡോയിൽ ബൈ ഡോ എക്സ് ഐ ഡോട്ട് ആണ്, ഡോയിൽ ബൈ ഡോ വൈ ഡോട്ട് ആണ്, ഡോയിൽ ബൈ ഡോ സെഡ് ഐ ഡോട്ട് ആണ്. Okay, but ഡോയിൽ ബൈ ഡോ എക്സ് ഐ is a familiar linear momentum of mi and xi dot, so that we can write it at pxi. കണ്ടില്ലേ ഇവിടെ 1.12 നോക്കിക്കേ, ഈ അതായത് 1.11 ഫസ്റ്റ് നോക്കുക, അതിൽ ഡോയിൽ ബൈ ഡോ എക്സ് ഐ ഡോട്ടിന് പകരം 1.12 എന്താ കൊടുത്തത് നോക്കിക്കേ, എന്താ കൊടുത്തത്, പി എക്സ് ഐ ഉണ്ട്, പി വൈ ഐ ഉണ്ട്, പി സെഡ് ഐ ഉണ്ട്. ഓക്കെ അല്ലേ, കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്കറിയാം ഒരു പി എക്സ് ഐ പ്ലസ് പി വൈ ജെ പ്ലസ് പി സെഡ് കെ വരെയാണ് നമ്മൾ അതിനെന്താ പറയാ, വെക്റ്റർ പി എന്ന് വിളിക്കില്ലേ. അപ്പൊ അതാണ് 1.13 കണ്ടില്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 0 നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാരണം ഇൻവേരിയന്റ് ആണല്ലോ ലഗ്രാഞ്ചിയൻ. അപ്പൊ അതിൽ ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0, സോ ദാറ്റ് പി ഈസ് ദ ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് കൺസേർവ്ഡ്. ഐ തിങ്ക് നിങ്ങൾക്ക് അത് അറിയും തോന്നുന്നു, കാരണം നമുക്കറിയാം എന്തൊരു കാര്യം ഇപ്പം ഇപ്പൊ ഒരു നമുക്കറിയാം എം എ ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറയും. അപ്പൊ നമ്മൾ വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ് നമ്മൾ എന്താ പറയാ, പി ഇസ് എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണല്ലോ. എന്തൊരു ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് എക്സ് ഇസ് എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി, റൈറ്റ്? ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡിഗ്രിയിലൊക്കെ കുറെ കാര്യങ്ങൾ കൺസർവേഷൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ 1.13 ലാസ്റ്റ് പോർഷൻ ഡി ബൈ ഡി ടി ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ പി ഈസ് എ ലീനിയർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ഇഫ് ഡെൽറ്റ L equal to 0 that is infinitesimal translation ആണല്ലോ, ri dash is equal to ri plus epsilon, the component of the total linear momentum of the system along epsilon is constant of motion. Okay, കണ്ടില്ലേ, constant of motion ആണ്. However, since epsilon ആണ് നമ്മൾ arbitrary ആയിട്ട് ചേഞ്ച് പറയുന്നത്, the total linear momentum along all direction, hence all three components are always conserved. അതായത് മനസ്സിലാക്കുന്നത് momentum is conserved. കണ്ടില്ലേ, അത്രേ ഉള്ളൂ. This is called Lagrangian of a system is invariant under uniform translation and the total linear momentum of the system is conserved. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഫസ്റ്റ് കാര്യം എന്താ, whenever linear moment അല്ല, Lagrangian is invariant ആണ് under any uniform translation ആയാൽ the total linear momentum of the system ഈസ് കൺസേർവ്ഡ്. അപ്പൊ അത് വളരെ മെയിൻ ആയിട്ടൊരു പോയിന്റ് ആണ് കേട്ടോ. ഒരു യൂണിഫോം ട്രാൻസ്ലേഷൻ ഉണ്ടായാൽ അവിടുത്തെ ലഗ്രാഞ്ചിന് എന്തായിരിക്കും, ഇൻവേരിയന്റും ആണ്. അപ്പോൾ വി ക്യാൻ സീ ദർ ഇസ് എ ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ദ എൻറ്റയർ സിസ്റ്റം വിച്ച് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, എന്താണ് സൈക്ലിക് കോർഡിനേറ്റ്. ഓക്കെ, എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു ലഗ്രാഞ്ചിൻ കൺസിഡർ ചെയ്യാണ്. നമുക്ക് ലഗ്രാഞ്ചിൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്, ക്യൂ ഉണ്ട്, ക്യൂ ഡോട്ട് ഉണ്ട്, ടി ഉണ്ട്. അതിന്റെയൊക്കെ എന്താണ് കോമ്പിനേഷൻ ആണ് ലഗ്രാഞ്ചിയൻ. അപ്പൊ നമുക്ക് കാണാം Q1 Q2 എക്സെട്ര Q1, Q1 ഡോട്ട് Q2 ഡോട്ട് Qn എക്സെട്ര Qn ഡോട്ട് ആൻഡ് ടി. Where Q1 Q2 എക്സെട്ര Qn are the generalized coordinates and Qi dot are their corresponding velocity ആണല്ലോ. ഓക്കെ, ആണെങ്കിൽ a cyclic coordinate Qk is one that does not explicitly appear in the Lagrangian. In other words, the Lagrangian is independent of Qk. മനസ്സിലായോ? അതായത് നമ്മൾ ലഗ്രാഞ്ചിൻ, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ആ ഒരു ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി അപ്പിയർ ഇൻ ലഗ്രാഞ്ചിൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ലഗ്രാഞ്ചിൻ നമ്മൾ എഴുത്താണ്. ഇപ്പൊ ലഗ്രാഞ്ചിനിൽ കുറെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്, കോർഡിനേറ്റ്സ് ഉണ്ട്. എക്സിന്റെ ഉണ്ട്, വൈൻ്റെ ഉണ്ട്, സെഡ് ഡോട്ടിന്റെ ആണുള്ളത്, പക്ഷെ സെഡിന്റെ ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് സെഡ് ആണ് അവിടെ എക്സ്പ്ലിസിറ്റ്ലി അപ്പിയർ ചെയ്യാത്തത്. സോ വി ക്യാൻ സേ ദാറ്റ് സിംപ്ലി സെഡ് ആണ് അവിടെ സൈക്ലിക് കോർഡിനേറ്റ്. കാരണം ലഗ്രാഞ്ചിനെ ഡോയിൽ ബൈ ഡോ സെഡ് പറഞ്ഞ ചെയ്താൽ വി വിൽ ഗെറ്റ് 0, കാരണം അവിടെ ഒരു കോൺസ്റ്റന്റും ഇല്ല. ഐ തിങ്ക് യു ഗെറ്റ് ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇഫ് ദ ലഗ്രാഞ്ചിയൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ Qk, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പറയുമ്പോൾ നമുക്കറിയാം വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. അതായത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ it is invariant under translation of Qk. Mathematically, this is expressed as Qk is supposed to Qk plus epsilon ആണെങ്കിൽ
സിൻസ് ഡെൽറ്റ എൽ ഈക്വൽ ടു 0 ആണ്, കാരണം ഇൻവേരിയന്റ് ആണ്. ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈസ് ഓൾസോ 0. അവ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈസ് 0. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഈ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. പിന്നെ പറയാനുള്ള കുറച്ച് ഇക്വേഷൻ അല്ല പോയിന്റ്. ഇറ്റ് ഈസ് ഇൻവേരിയന്റ് അണ്ടർ ട്രാൻസ്ലേഷൻ ഓഫ് ക്യൂ കെ. ക്യൂ കെ എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റിന്റെ ട്രാൻസ്ലേഷൻ ഇല്ല, അത് ഇൻവേരിയന്റ് ആണ്. അതും കൂടിയാണ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പറയേണ്ടത് ആ ഒരു സെന്റൻസ് തന്നെ ഓക്കെ ആണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാം, ഒരു സൈക്ലിക് കോർഡിനേറ്റ് ക്യൂ കെ എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ കോർഡിനേറ്റ് ദാറ്റ് ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഒന്നും വേണ്ട, ദാറ്റ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ലഗ്രാഞ്ചിയൻ. ലഗ്രാഞ്ചിയനിൽ അപ്പിയർ ചെയ്യാത്ത ഒരു ക്യൂ കെ എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റ് ഉണ്ടാവും. ആ കോർഡിനേറ്റിനെയാണ് നമ്മൾ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് എഴുതിയെടുക്കുക, കാരണം സൈക്ലിക് കോർഡിനേറ്റ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ലൈൻ എഴുതണം. പിന്നെ ഇൻവേരിയന്റ് അണ്ടർ ട്രാൻസ്ലേഷൻ ബോൾഡ് ആക്കി എഴുതേണ്ടില്ല, അതും വേണം. പിന്നെ ഈ ഒരു ഇക്വേഷൻ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു 0. അപ്പൊ ഇതൊക്കെ എന്താ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ലഗ്രാഞ്ചിയൻ റിമൈൻസ് ചേഞ്ച് ബൈ ഷിഫ്റ്റ് ഇൻ ദ സൈക്ലിക് കോർഡിനേറ്റ്. നമ്മളിവിടെ പറഞ്ഞു ഇൻവേരിയന്റ് അണ്ടർ ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കൺസർവേഷൻ ഓഫ് കാനോണിക്കൽ മൊമെന്റം ഫ്രം യൂലർ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ for the coordinate qk. qk എന്താ ഇവിടെ സൈക്ലിക് കോർഡിനേറ്റ് ആണ്. We obtain d by dt of dou L by dou qk dot which is equal to dou L by dou qk. സിമ്പിൾ അല്ലേ? യൂലർ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഇങ്ങോട്ട് RHSലോട്ട് ആ മൈനസിനെ മാറ്റുമ്പോൾ ചെയ്യുന്നത്. സിൻസ് നമുക്കറിയാം സൈക്ലിക് കോർഡിനേറ്റ് ആണ് qk, so we can write that dou L by dou qk is equal to 0. Okay, that's right. And അത് 0 ആകുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഡോ എൽ ബൈ ഡോ ക്യൂക്കിന്റെ അവിടെ 0 കൊടുക്കുമ്പോൾ we get that d by dt of ഡോ എൽ ബൈ ഡോ ക്യൂക്കിനെ നമുക്ക് pk പറയാം, കാരണം കാനോണിക്കൽ മൊമെന്റ് ആണ്, കോൺജുഗേറ്റ് മൊമെന്റ് ആണ് pk, which is equal to 0, so that pk is constant. Got that? Okay, ഇനി അടുത്ത് ഇറ്റ്സ് എ കാനോണിക്കൽ മൊമെന്റം കോൺജുഗേറ്റ് ടു qk and it is conserved because Lagrangian does not depends upon qk. അത്രേ ഉള്ളൂ. ഇതിന്റെ കൂടുതൽ ഞാൻ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് കൂടുതൽ ഒന്നുകൂടി വ്യക്തിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഐ തിങ്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. കൺസിഡർ എന്താ ഇവിടെ എന്ത് ചോദിച്ചത്? കൺസിഡർ ദ ഫോളോയിങ് ലഗ്രാഞ്ചിയൻ ഫോർ എ സെൻട്രൽ ഫോഴ്സ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം അതിലുള്ള കോർഡിനേറ്റ്സ് എന്താ? ആർ ഉണ്ട്, തീറ്റ ഉണ്ട്, and phi ഉണ്ട്. I hope everybody know this. Okay. And നമ്മുടെ ലഗ്രാഞ്ചിയൻ എന്താ തന്നത്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഫൈ ഡോട്ട് സ്ക്വയർ മൈനസ് വി ഓഫ് ആർ. Identify the cyclic coordinate, okay, and the conserved canonical momentum. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഒന്ന് സൈക്ലിക് കോർഡിനേറ്റ് കണ്ടെത്താനും ഒന്ന് കൺസേർവ്ഡ് മൊമെന്റ് കണ്ടെത്താനും. ഫസ്റ്റ് എന്തായിരുന്നു സൈക്ലിക് കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞത്? ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു 0, റൈറ്റ്? അതെങ്ങനെ വരുന്നത്? ക്യൂ കെ എന്ന് പറഞ്ഞത് എന്താണ്? ആ ഒരു കോർഡിനേറ്റിനെ ഈ ഒരു ലഗ്രാഞ്ചിയനിൽ വരുന്നുണ്ടാവില്ല. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ എന്താ പറയുക, എക്സ്പ്ലിസിറ്റ്ലി എന്താണ്, അതിനൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ലഗ്രാഞ്ചിയൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് ആകുമ്പോൾ അവിടെ ഏതൊക്കെ കോർഡിനേറ്റ്സ് അതൊക്കെ നമുക്ക് അറിയുന്നത്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് വരുന്നത്? ആർ ഉണ്ട്, തീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്. നമുക്ക് ലഗ്രാഞ്ചിയനിലോട്ട് നോക്കാം. ഇവിടെ എന്തൊക്കെയുള്ളത്? ആർ ഡോട്ട് ഉണ്ട്, ഓക്കെ, ആൻഡ് ആർ ഉണ്ട്, കണ്ടില്ലേ? ആർ ഉണ്ട്, തീറ്റ ഡോട്ട് ഉണ്ട് ഇതില്. പിന്നെ ഇവിടെ എന്ത്? പിന്നെ ഇവിടെ ആർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? തീറ്റ ഉണ്ട്, കാരണം അത് സൈൻ തീറ്റ എന്താകുമ്പോൾ ആ തീറ്റ യെസ് സൈൻ തീറ്റന്റെ തീറ്റ ഉണ്ട്. പിന്നെ എന്തുള്ളത്? ഫൈ ഡോട്ട് ഉണ്ട്. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇതിൽ ഏതൊക്കെ വന്നു? ആറ് വന്നു, തീറ്റ വന്നു അല്ലേ? ആറ് വന്നിട്ടുണ്ട്, തീറ്റ വന്നിട്ടുണ്ട്, സൈൻ തീറ്റയിൽ തീറ്റ വന്നിട്ടുണ്ട്. പിന്നെ ഫൈ ഇവിടെ കാണാനില്ല, ഇല്ലല്ലോ. സോ ഹിയർ ഫൈ ഈസ് ദ സൈക്ലിക് കോർഡിനേറ്റ്. ദാറ്റ് ഈസ് ഫൈ എന്ന് പറയുന്നത് ഈ ലഗ്രാഞ്ചിയനെ ഇൻഎക്സ്പ്ലിസിറ്റിബിളി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ചെയ്യുന്നില്ല, അതായത് ഇതിനെ inexplicably എന്താ നോട്ട് അപ്പിയർ ഇൻ ദ ലഗ്രാഞ്ചിയൻ അല്ലെ? ദാറ്റ് ഈസ് ഫൈ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും ഫൈ ഡസ് നോട്ട് അപ്പിയർ ഓക്കെ ഇൻ ലഗ്രാഞ്ചിയൻ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് മനസ്സിൽ ഫൈ ആണ് നമ്മൾ അവിടുത്തെ
cyclic coordinate. So cyclic coordinate ആകുമ്പോൾ നമ്മൾ as we know dou L by dou phi which will be equal to 0, right? അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റും ഡോ എൽ ബൈ ഡോ ഫൈ 0 ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സൈക്ലിക് കോർഡിനേറ്റ് ആണ്. ഇനി നമുക്ക് അതിന്റെ കൺസേർവ്ഡ് കാനോനിക്കൽ മൊമെന്റ് കാണും. സോ ഡോ എൽ ബൈ ഡോ ഫൈ ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു പി ഫൈ, റൈറ്റ്? അപ്പൊ നമുക്ക് ആ പി ഫൈ കണ്ടെത്തണം. അവിടെയാണ് നമ്മൾ കൺസേർവ്ഡ് കാനോനിക്കൽ മൊമെന്റം. ഫൈ ഡോട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ എന്തൊക്കെയുണ്ട്. എം ഉണ്ട്, ഹാഫ് എം എല്ലായിടത്തും ഉണ്ട് ഇല്ലേ? ഹാഫ് ഇൻറ്റു എം ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു കോർഡിനേറ്റിന് മാത്രമേ വി ആർ പിന്നെ എന്തായാലും ഇല്ല, ഇതിനെ മാത്രം നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ആർ സ്ക്വയർ നമുക്ക് ചെയ്യേണ്ട, ആർ സ്ക്വയർ റിമൈൻസ് ദ സെയിം, സൈൻ സ്ക്വയർ തീറ്റ റിമൈൻസ് ദ സെയിം, ആൻഡ് ഫൈ ഡോട്ട് വിൽ ബി 2 ഫൈ ഡോട്ട്, and this 2 and this 2 will be cancelled, and we will get the answer m r square sin square theta phi dot. Okay, but this is the p5, right? ഇതാണ് നമ്മൾ പറയുന്ന p5 ആയി യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം സൈക്ലിക് കോർഡിനേറ്റ് ഇവിടെ എന്താ, നമ്മളിവിടെ ആൻസർ എഴുതുമ്പോൾ ഫൈ ഡസ് നോട്ട് അപ്പിയർ ലഗ്രാഞ്ചിയൻ, സോ ദാറ്റ് അതുകൊണ്ട് ഫൈ ഈസ് സൈക്ലിക് കോർഡിനേറ്റ് എന്ന് എഴുതണം. ഫൈ ആണ് നമ്മൾ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് എഴുതേണ്ടത്. പിന്നെ എഴുതേണ്ടത് കൺസേർവ്ഡ് കാനോനിക്കൽ മൊമെന്റം ഡോ എൽ ബൈ, നമുക്കറിയാലോ ക്യൂ കെ ആണ് നമ്മളൊരു ജനറലൈസ്ഡ് കോർഡിനേറ്റ്. സൈക്ലിക് കോർഡിനേറ്റ് ആണെങ്കിൽ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇറ്റ് ഈസ് വി വിൽ ബി ഗെറ്റിംഗ് പി കെ, റൈറ്റ്? അതിന് നമ്മൾ കാനോനിക്കൽ മൊമെന്റം, കാനോനിക്കൽ കോൺജുഗേറ്റ് മൊമെന്റം അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ ഇത് സൈക്ലിക് കോർഡിനേറ്റ് ആയതുകൊണ്ട് ഫൈ ഇവിടെ കൺസേർവ്ഡ് ആയിരിക്കും, സോറി മൊമെന്റം കൺസേർവ്ഡ് ആണ്. സോ p5 is also we can say that it is a constant of motion. മോഷനിലാണെന്ന് പറയും, കാരണം ആ ഒരു മൊമെന്റ് അത്ര. അപ്പൊ നമ്മളെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ദാറ്റ്സ് വൈ ഞാൻ പറഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ലഗ്രാഞ്ചിയൻ എടുക്കുമ്പോൾ ആ ലഗ്രാഞ്ചിയനിൽ ഇപ്പൊ ഇവിടെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് ആകുമ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് അറിയാം, 6 ഉണ്ട്, തീറ്റ ഉണ്ട്, 5 ഉണ്ട്. പക്ഷെ 6ഉം തീറ്റയും ഫൈനെ പറ്റി ഈ ഒരു ലഗ്രാഞ്ചിയൻ പറയുന്നില്ല. സോ ദാറ്റ് ഫൈ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡസ് നോട്ട് അപ്പിയർ ഇൻ ദിസ് ലഗ്രാഞ്ചിയൻ, that explicitly appear in this Lagrangian, so that phi is the cyclic coordinate and conserved linear canonical momentum adunu kandatha. I hope everybody understand, right? Okay, നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് ജസ്റ്റ് ഇതൊരു സിമ്പിൾ കാര്യമാണ്. ഇത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൻ്റെ എച്ചിനെയും ലഗ്രാഞ്ചിൻ എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ഇത് ജസ്റ്റ് സീരിയസ്ലി നമ്മൾ എല്ലാ ചാപ്റ്ററിലും അവസാനം അടുത്ത ചാപ്റ്ററിൽ അതിന്റെ കണക്ഷനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൽ മെൻഷൻ ചെയ്ത കാര്യം കേട്ടോ. ഞാൻ ജസ്റ്റ് വായിച്ചു തരാം. ഫോർ ദ ലഗ്രാഞ്ചിയൻ ടു ബി ഇൻവേരിയന്റ് അണ്ടർ ടൈം ട്രാൻസ്ലേഷൻ, ദ ലഗ്രാഞ്ചിയൻ cannot have an explicit depends on the variable t, റൈറ്റ്? കാരണം നമ്മൾ കണ്ടു ക്യൂ ഡോട്ട് ടി ആവുമ്പോഴും അവിടെ ടീനെ വല്ലാണ്ട് അതിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്യൂ ഡോട്ടിന് നമ്മൾ പറഞ്ഞു അതൊരു കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആണെന്നൊക്കെ, സോറി വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. ഓക്കെ, so that dou L by dot is equal to 0. This means that the energy function of the system, that is, must be a constant of motion, but H is sometimes called the canonical energy of the system, right? Canonical energy H ne nammal Hamiltonian ennu vilikkunnathu ട്ടോ. In other words, Lagrangian has time translation symmetry for the function, and this H is equal to PIQA dot minus L, which is conserved, so that we have another symmetry. ഇതൊന്നുമില്ല, നമ്മളെ ഹാമിൽട്ടോണിയൻ എച്ചും എല്ലും തമ്മിലുള്ള കൺസർവേഷൻ ആണ്. അത് നമ്മളെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നന്നായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇതൊന്നും കൂടി പഠിക്കും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഐഡിയ ഉണ്ടാക്കി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം ലഗ്രാഞ്ചിയന്റെ ടീനെ ലഗ്രാഞ്ചിയൻ എന്ത് ചെയ്യുന്നില്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വി ക്യാൻ സെറ്റ് ദാറ്റ് ഡോ എൽ ബൈ ഡോട്ട് 0 ആണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കാണ് അവിടെ എന്തോ ഒരു പുതിയൊരു കനോണിക്കൽ എനർജി ഉണ്ട് ഓഫ് ദി സിസ്റ്റം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയി പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ, ഇനി ബാക്കി നമുക്ക് പിന്നീട്. ഓക്കെ, താങ്ക് യു.